എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. കുളിപ്പിച്ചു. അങ്ങനെ നമസ്കാരം നിർവഹിക്കപ്പെട്ടത്. പുരുഷന്മാർ നിസ്കരിച്ചു, ഓരോരുത്തരായി നമസ്കരിച്ചു, സ്ത്രീകൾ നമസ്കരിച്ചു, കുട്ടികൾ നമസ്കരിച്ചു. ചരിത്രത്തിൽ കാണാം. ഇവിടെ ഉണ്ടോ എന്നറിയില്ല, എൻ്റെ നാട്ടിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അനുവാദമില്ല. നഅൂദുബില്ല. ഒരാൾ മരിച്ചാൽ സ്ത്രീകൾ നിസ്കരിക്കാൻ തുടങ്ങിയാൽ പറ്റൂല എന്ന് പറയും. ഇതെവിടുന്നായി ഈ ദീനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഭർത്താവ് മരിച്ചാൽ ഒരു പെണ്ണിനാകെ കൂടിയുള്ളത് എന്താ? ഭർത്താവിന് പുറത്തുകൊടുക്കണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കലാണ്. റസൂലുള്ളാഹിന്റെ മയ്യത്ത് സ്ത്രീകൾ നിസ്കരിച്ചിട്ടുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയൊക്കെ പറയുന്ന ഹദീസ് കാണാം. സഹാബികളായ ആളുകൾ ചിലരൊക്കെ മരണപ്പെടുമ്പോൾ കൊണ്ടുവന്നിട്ട് അവർ നമസ്കരിച്ചിട്ടുണ്ട് എന്ന്. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഉമ്മമാര് നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നുള്ള ഉമ്മമാർക്കും ഇന്നുള്ള പെങ്ങന്മാർക്കും നിസ്കരിക്കാൻ അനുവാദമുണ്ട്. ചില ആളുകൾ അതിനെ തടയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് നമസ്കാരം അവിടുത്തെ സ്വഹാബിയത്തായ സ്ത്രീകളും നമസ്കരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. പിന്നീട് എവിടെ മറമാടണം എന്ന തർക്കമുണ്ടായി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ഞാൻ കേട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഏതൊരു പ്രവാചകന് മരണപ്പെട്ട് കഴിഞ്ഞാലും ആ പ്രവാചകൻ്റെ ഖബറിടം അഥവാ ആ പ്രവാചകൻ എവിടെ വെച്ചാണോ മരണപ്പെടുന്നത് അവിടെ തന്നെ ആയിരിക്കേണ്ടതുണ്ട് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു കാര്യവും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി അവിടത്തെ മറമാടുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ മറമാടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ഖബറിടമെങ്ങാനും ആരാധിക്കപ്പെടും അല്ലെങ്കിൽ അതൊരു ആരാധനാ സ്ഥലമാക്കുമെന്ന് ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനതിനെ ഉയർത്തുന്ന രൂപത്തിൽ അഥവാ ആളുകൾക്ക് കാണുന്ന രൂപത്തിലാക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ആക്കിയില്ല. അതൊരു സുരക്ഷിതത്വത്തിലാക്കി. ഇന്നും ആളുകൾ അവിടെ പോയി കഴിഞ്ഞാൽ പ്രവാചകന്റെ ഖബറിടം കാണാറുണ്ട്. എങ്ങനെയാ കാണാന്നറിയോ? നിങ്ങൾ ആ 3 ഹോൾസിലൂടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ഒരു കൊച്ചു കുടില്. ആ കുടില് മുഴുവനും ഒരു തുണി കൊണ്ട് പൊതിഞ്ഞതല്ലാതെ വേറൊന്നും കാണൂല. അതിൻ്റെ ഉള്ളിൽ വേറൊരു മതിലുണ്ട് എന്നാണ്. നമ്മൾ ഒന്ന് കാണുന്നത് പുറത്തുള്ള കമ്പിവല. ആ കമ്പിവലയുടെ ഉള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആയിഷ ബീവിയുടെ വീട് കാണാം. ആ വീടാണ് വലിയ തുണി കൊണ്ട് മൂടിയിരിക്കുന്നത്. ആൾക്കാരെ വിചാരം അത് വലിയ ഖബറിങ്ങനെ കെട്ടിപ്പൊതിച്ചിട്ട് തുണി മൂടിയതാണ് എന്നാണ്. അല്ല, ആയിഷ ബീവിൻ്റെ വീടാണത്. അത് സുരക്ഷിതമായി അവിടെ നിൽക്കാൻ വേണ്ടി അങ്ങനെ മുഴുവനും കെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരാളും നൂറ്റാണ്ടുകളായി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല എന്നാണ്. എന്നിട്ടാണ് ആൾക്കാർ പറയുന്ന റസൂലുള്ളാഹിന്റെ ഖബറിൻ്റെ പുറത്ത് നിന്നുള്ള മണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം കുടിച്ചോളി എന്ന് പറഞ്ഞ് അതും വിറ്റ് കാശാക്കുന്ന ആളുകളുണ്ട്. നഅൂദുബില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അവിടത്തെ അതേ വീട്ടിൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെ മറമാടുകയാണ്. 3 വസ്ത്രം കൊണ്ടായിരുന്നു അവിടെ നിന്ന് പൊതിഞ്ഞിരുന്നത്. തലയിൽ കെട്ടില്ല, നീളക്കുപ്പായില്ല, വെറും 3 വലിയ വസ്ത്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞുവെന്ന് ഹദീസിൽ പ്രത്യേകം കാണാം. അങ്ങനെ മയ്യത്ത് മറപാടി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഉറച്ചു ഹബീബിൻ്റെ മേലിലേക്ക് മണ്ണ് വാരിയിടാൻ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്ന് പറയുന്നത് എല്ലാ ആളുകളും ലോകത്ത് മരിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. മരിക്കാത്ത ആരുമില്ല. ഞാനും നിങ്ങളും മരിക്കും, അല്ലേ? മരണം യഖീനാണ്, ഉറപ്പായ ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുമ്പോൾ അവിടെ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മളോട് വെറുതെ ഒരു പ്രതലത്തിൽ വിട്ടേച്ചു പോയിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. വെറുതെ നിങ്ങൾ വിട്ടേച്ചു പോയിട്ടില്ല. ഫി ബൈളാ, ഒരു പ്രകാശത്തിലാണ് നിങ്ങളെ വിട്ടേച്ചു പോയി. നിങ്ങൾ തപ്പിത്തടയേണ്ടി വരില്ല, നിങ്ങൾ വഴി തെറ്റിപ്പോവുകയില്ല. നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്ന അടയാളങ്ങളും പ്രമാണങ്ങളും വഴിയും വെളിച്ചവും തന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോയത്, വഫാത്തായി പോയത്. ആ വെളിച്ചം നമ്മുടെ കയ്യിലുള്ള കാലത്തോളം
നമ്മൾ പിഴച്ചു പോകാതെ മുന്നോട്ട് പോകും. അതിനെന്താ വേണ്ടതെന്നറിയോ? ആ വെളിച്ചം സ്വീകരിക്കാനുള്ള മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതിനേറ്റവും ആദ്യം നമ്മൾ തയ്യാറാകേണ്ടത് അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി പഠിക്കുവാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച വഴി നമ്മൾ കൃത്യമായി തിരിച്ചറിയാനാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ആളുകൾ അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലോ, അതിപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മുടെ ഉപ്പമാരും വല്യാപ്പമാരും നമ്മുടെ നാട്ടുകാരും വലിയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു അതുപോലെ മതി എന്ന് പറയുന്നവരുണ്ട്. അതല്ല വേണ്ടത്. അവിടുന്ന് വിട പറയുമ്പോൾ പോലും തൻ്റെ ഹജ്ജത്തുൽ വിദായിലുള്ള ഖുതുബത്തുൽ വിദായിൽ പറഞ്ഞില്ലേ, തറക്തു ഫീകും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ. നിങ്ങൾക്ക് 2 കാര്യമാണ് ഞാൻ വിട്ടേച്ചു പോകുന്നത്. അത് രണ്ടും നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല. എത്രയോ പാർട്ടികളും ഗ്രൂപ്പുകളും വിഭാഗങ്ങളും സംഘടനകളും അല്ലേ ലോകത്ത് നമ്മുടെ നാട്ടിൽ ഒക്കെ ഉണ്ട്. ആൾക്കാർ ചോദിക്കുക, ഞങ്ങളിപ്പോൾ ഇതിലാ നീങ്ങേണ്ടത്, ആരോടെയാണ് കൂടേണ്ടത്, എങ്ങനെയാ ജീവിക്കേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, പിഴച്ചു പോകാതിരിക്കാൻ 2 കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇതാ വിട്ടേച്ചു പോകുന്നു. ഒന്ന് അല്ലാഹുവിൻ്റെ ഖുർആനാണ്, മറ്റൊന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. കിതാബുല്ലാഹ് വസുന്നത്തു റസൂലി. ഇത് രണ്ടും കയ്യിലുണ്ടോ? ഒരു പേടിയും പേടിക്കണ്ട. ഇന്ന് ആൾക്കാരെ കയ്യിലിടുതൊന്നുമല്ല, ഖുർആനും ഇല്ല സുന്നത്തും ഇല്ല. പിന്നെയോ കുറേ മൗലൂദ് കിതാബുകളുണ്ട്, കുറേ മാലപ്പാട്ടുകളുണ്ട്, കുറേ അനാചാരങ്ങളുണ്ട്, കുറേ നല്ലതാണെന്ന് അവരവർക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് സൂറത്തുൽ അഹ്സാബിൽ ഒരു ആയത്തുണ്ടല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നവരാണോ? പടച്ചോന്റെ തൃപ്തിയാണോ നിങ്ങളുടെ ലക്ഷ്യം? വല്യോമല്ലാഹിർ. ആഖിറത്തിൽ നിങ്ങൾക്ക് കൂലി കിട്ടണോ, രക്ഷപ്പെടണോ? ദുനിയാവിൽ പലരും ഉണ്ടാകും, കുടുംബക്കാരുണ്ടാവും, അഹല്യാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, പലരും ഉണ്ടാവും. അവരെ തൃപ്തിക്ക് വേണ്ടി സത്യമറിഞ്ഞാലും ഞാൻ അതിനില്ല എന്ന് പറഞ്ഞ് നിൽക്കണ്ട. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടോ? പരലോകത്ത് പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ടോ? അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുന്നുണ്ടോ? എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, ഉസ്വത്തുണ്ട് എന്നാണ് എല്ലാ കാര്യത്തിനും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തോ ഒരു തർക്കമില്ല, കൂലി കിട്ടുന്ന ഉറപ്പാണ്. ഇപ്പം നബിദിനവും മൗലൂദും ചെയ്യുന്ന ആളുകൾ റസൂലുള്ളാഹി ചെയ്തിട്ടില്ലെങ്കിൽ എന്താ, സ്വഹാബികൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ? സ്വലാത്തല്ലേ, മദ്ഹല്ലേ, പുണ്യല്ലേ, മഹബ്ബത്തല്ലേ എന്ന് പറയാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്നതി ഇല്ലാ ഖദ് ഹദ്ദസ്തുക്കും ബിഹി. സ്വർഗത്തിലെത്തണോ? സ്വർഗത്തിലെത്താൻ വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അമൽ ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒന്നും പറയാതെ വിട്ടുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വേണ്ടത്. ഇപ്പോൾ റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ റബീഉൽ ആഖിറത്തി. റബീഉൽ ആഖിറിൻ്റെ പ്രത്യേകത, എൻ്റെ നാട്ടിലൊക്കെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മുഹ്യിദ്ദീൻ ഷേഖിനെ ഓർമ്മിക്കുകയും ആണ്ട് കഴിക്കുകയും റാത്തീബ് നടത്തുകയും ചെയ്യുന്ന മാസമാണ്. ആരാ മുഹ്യിദ്ദീൻ ഷേഖ് എന്നറിയോ? മുഹ്യിദ്ദീൻ ഷേഖിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് മകൻ അബ്ദുൽ വഹാബ് അടുത്തിരുന്നു കൊണ്ട് ഔസിനി യാ സയ്യിദി യാ അബി എന്ന് പറഞ്ഞ് വഫാത്തിൻ്റെ സമയത്ത് മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മകനെ ഉപദേശിക്കുന്ന ഒരു വസിയത്ത് ചരിത്രത്തിലുണ്ട്. മൊയ്തീൻ ഷേഖ് നമ്മളോട് എന്താ പറഞ്ഞതെന്ന് പഠിച്ചാൽ അതിൽ മൊയ്തീമാലൊന്നില്ല, മൊഹീദ്ദീൻ റാത്തീബും ഇല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഏർപ്പാടും ഇല്ല. പിന്നെയോ മുഹ്യിദ്ദീൻ ഷേഖ് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ ഗുന്യ പോലെ, ഫതുഹുർ റബ്ബാനി പോലെ, ഫുതൂഹുൽ ഗൈബ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ നോക്കണം. ഫുതൂഹുൽ ഗൈബിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദി മിൻ ഖൽഖില്ലാ. പടപ്പുകളിൽപ്പെട്ട ഒരാളോടും നീ ശിക്കായത്ത് പറയാനും മാവലാതി പറയാനും പരാതി പറയാനും പോകരുത്. അത് അല്ലാഹുവിൽ നീ ശിർക്ക് വെക്കലായി മാറും.
കാരണം വലാ ضار വലാ നാഫിഅ വലാ ദാഫിഅ വലാ ജാലിബ വലാ മുസ്കിമ വലാ മുബലിയ, നിന്നെ പരീക്ഷിക്കുവാനോ നിനക്ക് രോഗം നൽകുവാനോ നിനക്ക് ആയുസ് നൽകുവാനോ നിന്നെ ഉപദ്രവിക്കുവാനോ നിനക്ക് ഏതെങ്കിലും ഉപകാരം ചെയ്യുവാനോ എന്തെങ്കിലും തടഞ്ഞു നിർത്തുവാനോ എന്തെങ്കിലും കൊണ്ടുത്തരുവാനോ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും കഴിയുകയില്ല. മൊഹീദ്ദീൻ ശൈഖ് പഠിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പഠിപ്പിച്ച മൊഹീദ്ദീൻ ശൈഖ് എന്നോട് തേടിക്കോ എന്ന് പറയോ? ഇല്ല. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തിൽ നമ്മൾ കാണുന്നത്. മൊഹീദ്ദീൻ ശൈഖ് തൻ്റെ മകനായ അബ്ദുൽ വഹാബിനോട് പറയുന്നുണ്ട്, നീ എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹിനോട് മാത്രമേ ചോദിക്കാവൂ. എല്ലാ കാര്യങ്ങളും നീ പടച്ചവനോട് മാത്രമേ തേടാവൂ. എന്നോട് തേടിക്കുമെന്ന് പോലുമില്ല. വല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതു തീരം നൽകും ഞാനെന്നോവർ. മൊഹീദ്ദീൻ മാലയിൽ അങ്ങനെ ഉണ്ട്, നിങ്ങൾ എന്നെ തേടിക്കോളി ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നു. അങ്ങനെ മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മൊഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാൻ മൊഹീദ്ദീൻ ശൈഖ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫതഹുൽ റബ്ബാനിയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ഇലാഹുകളാണ് ഉള്ളത്. പ്രയാസത്തിൻ്റെ ദുരിതത്തിൻ്റെ അവസരത്തിൽ നീ ആരാ അഭയം പ്രാപിക്കുന്നോ അതൊക്കെ നിന്റെ ഇലാഹായി മാറും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്, അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിനോടാണ് പറയേണ്ടത്. ഇങ്ങനെ പഠിപ്പിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൊഹീദ്ദീൻ ശൈഖും ഒക്കെ. പക്ഷെ പിൽക്കാലഘട്ടത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്തുണ്ടെന്ന് പറയുന്നവർ പോലും ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തിബാ അവരുടെ ജീവിതത്തിൽ കാണിക്കാതെ പോയി. പിന്നെയോ സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ജന്മദിനമോ വഫാത്തിൻ്റെ ദിനമോ ആഘോഷിക്കുവാനോ ആചരിക്കുവാനോ തുടങ്ങി. ഇതൊന്നും പരലോകത്ത് നമുക്ക് കൂലി കിട്ടുന്ന ഏർപ്പാടല്ല കേട്ടോ. നേരത്തെ വഫാത്തിൻ്റെ സമയത്ത് പറഞ്ഞല്ലോ, ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് കാണാം എന്ന്. പ്രിയപ്പെട്ടവരെ, ആർക്കാ മുത്തുനബി മുക്കിത്തരുന്ന ഹൗദുൽ കൗസറിൻ്റെ വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടുക? ആർക്കാ ആഗ്രഹമില്ലാത്തത്? അള്ളാഹു അത് കുടിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ, കുടിക്കാനുള്ള സൗഭാഗ്യം നൽകട്ടെ. പക്ഷെ വെറുതെ പോയാൽ ആ വെള്ളം കിട്ടൂല എന്ന് മാത്രല്ല, ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ 6-7 സ്ഥലത്ത് വെച്ച് നാളെ പരലോകത്ത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുക്കിത്തരുന്ന വെള്ളം കൊടുക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളെ പറ്റി പറഞ്ഞിരുന്നുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മളതിൽ പെട്ടുപോകരുത് എന്ന് സൂചിപ്പിക്കാനാണ്. ആരാണ് ആ കൂട്ടർ? ബുഖാരി മറിച്ചു നോക്കിയാൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം മുക്കിത്തരുന്ന സമയത്ത് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുമത്രേ. ആ വിഭാഗത്തിന് വെള്ളം കൊടുക്കേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമത്രേ. മറ്റ് ചില നിവേദനങ്ങളിൽ റസൂലുള്ള പറയുന്നു, ആ ആളുകളുടെ വുദൂഇന്റെ അടയാളങ്ങൾ കൊണ്ട് ഞാൻ അവരെ തിരിച്ചറിയുന്നു. അപ്പോൾ വുദൂ എടുത്തോരാ, നിസ്കരിക്കുന്നവരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നോക്കും, ഉമ്മത്തീ, അവരെൻ്റെ ആളുകളാണല്ലോ, എൻ്റെ സമുദായത്തിൽപ്പെട്ടവരാണല്ലോ. ആ സമയത്ത് നബിയോട് പറയപ്പെടും, ബുഖാരിയിൽ കാണാം, ഇന്നക ലാ തദ്രീ മാ അഹ്ദസൂ ബഅദക, ഓ നബിയേ, മതമെന്ന് പറഞ്ഞ് മതത്തിൽ പലതും കടത്തിക്കൂട്ടിയ ആളുകളാണവര്, അത് നീ അറിയുന്നില്ല. എന്താ പറഞ്ഞത്? അറിയുന്നില്ല. നബിനെ പറ്റി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഉള്ള അന്ധവിശ്വാസം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇരുന്നിട്ട് ഞാൻ ഈ പറയുന്നതും നിങ്ങൾ ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് എന്നാണ്. ബുഖാരി എന്താ പറയുന്നത്? ഇന്നക ലാ തദ്രി, അറിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വഫാത്തിന് ശേഷം മതമാണെന്ന് പറഞ്ഞ് ദീനുൽ ഇസ്ലാമില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത, പഠിപ്പിക്കാത്ത, സഹാബികൾക്ക് പരിചയമില്ലാത്ത പുതിയ കുറെ കാര്യങ്ങൾ ചെയ്ത ആളുകൾ. അതെന്തുവാകാം? അത് ജന്മദിനാഘോഷമാകാം, മൗലൂദാകാം, റാത്തീബാകാം, നാരിയത്ത് സ്വലാത്താകാം, എന്തുമാകാം. അതൊക്കെ ചെയ്യുന്ന ആളുകളോട് എന്നാലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് റെക്കമെൻഡ് പറയോ? ഇല്ല. റസൂലുള്ളാഹി എന്താ ചെയ്യാന്നറിയോ? സുഹ്കൻ സുഹ്കാ, പോകട്ടെ ആ കൂട്ടര് ദൂരേക്കെന്ന് പറഞ്ഞ് കൂട്ടം തെറ്റിയ ഒട്ടകം തോട്ടത്തിൽ കയറിയാൽ ആട്ടിപ്പായിക്കുന്നത് പോലെ എൻ്റെ മതത്തിൽ പലതും കടത്തിക്കൂട്ടിയവരല്ലേ, ഞാൻ പഠിപ്പിക്കാത്തത് പലതും മതമാണെന്ന് പറഞ്ഞ് ചെയ്തവരല്ലേ, പോകട്ടെ ആ കൂട്ടര് ദൂരേക്കെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിപ്പായിക്കുന്നതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അവരോട് നമ്മുടെ വക മതത്തിൽ ഒന്നും കൂട്ടാൻ നമുക്ക് അനുവാദമില്ല.
നമ്മുടെ മകൻ നല്ലതാന്ന് പറഞ്ഞ് ചെയ്യാൻ ഒരു അനുവാദമില്ല. നല്ലത് ചെയ്യാൻ എന്തെല്ലാം ദീനിലുണ്ട് എന്നറിയോ? ചെയ്താൽ തീരാത്തത്ര ഉണ്ട്. അത്രയേറെ ദിക്റുകൾ, അത്രയേറെ പ്രാർത്ഥനകൾ, അത്രയേറെ പുണ്യകർമ്മങ്ങൾ, അത്രയേറെ സാമൂഹ്യ സേവനങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ദീനുമായി ബന്ധപ്പെട്ട് ചെയ്താൽ തീരാത്ത പുണ്യപ്രവർത്തികളുണ്ട്. പിന്നെയാണോ ഇല്ലാത്തത് ഉണ്ടാക്കി ചെയ്യേണ്ടത്? ആവശ്യമില്ല കൂട്ടരെ. എൻ്റെ നാട്ടിലൊക്കെ റബീഉൽ ആഖിറിൽ പ്രത്യേകമായി ചെല്ലുന്ന ദിക്ർ എന്താണെന്നറിയോ? മുഹീദ്ദീൻ റാത്തീബ് കാണാം അല്ലാ അല്ലാ 333 വട്ടം, ഇല്ല ഇല്ല 333 വട്ടം. ഇതൊക്കെ ദിക്റാന്ന. ഹാ ഹൂ ഹീ ഹം ഇതൊരു ദിക്റാണ്. ഹാ ഹൂ ഹീ അല്ലാ ഇതൊരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി ഹാ ഹൂ ഹീ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാണ് ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? നബിയോ സഹാബികളോ? അതൊന്നുമല്ല, അതൊക്കെ ഷോർട്ട് ഫോം ആണെന്നാണ് കൂട്ടരെ. ഇതൊക്കെ ചൊല്ലി പരലോകത്തെത്തുമ്പോൾ മുത്തുനബി പഠിപ്പിക്കാത്തതാണെങ്കിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നോട്ട് നിരോധിച്ചല്ലോ അല്ലേ? ഈ നോട്ട് നിരോധിച്ചപ്പോൾ കള്ളനോട്ട് ഇറങ്ങി എന്നൊക്കെയാണ് അതിൻ്റെ കാരണം പറഞ്ഞത്. എന്താ കള്ളനോട്ടിൻ്റെ പ്രത്യേകത? ഈ കള്ളനോട്ടും ഒറിജിനൽ നോട്ടും തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സാധാരണക്കാരൻ്റെ കയ്യിൽ ഒരു മാർഗവുമില്ല. രണ്ടും ഒരുപോലെ ഉണ്ടാകും. രണ്ടിലും ഗാന്ധിത്തലുണ്ട്, രണ്ടിലും വാട്ടർമാർക്കുണ്ട്, രണ്ടിലും എല്ലാം ഉണ്ടാകും. പിന്നെ എന്താ പ്രശ്നം? ഇത് രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ നോട്ടിൻ്റെ പുറത്തും നമ്മുടെ ഗവർണർ ഐ പ്രോമിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ബിയറർക്ക്, ഇതുമായി ഈ കടലാസ കഷ്ടം കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇതിൻ്റെ മൂല്യം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗവർണർ ഒരു ഒപ്പിട്ടിട്ടുണ്ട്. ആ ഒപ്പാണ് ഒറിജിനൽ ഒപ്പായതുകൊണ്ടാണ് ഈ കടലാസിന് വില ഉള്ളത് അല്ലേ? എന്നാൽ മറ്റേ കടലാസിലോ ആ ഒപ്പ് വ്യാജമാണ്. അത് ഗവർണറിട്ടൊപ്പല്ല, കണ്ട ഒരുപോലെ ഉണ്ടാവും. കൊണ്ടുപോയി കൊടുത്താലോ ഇത് ശരിയാവില്ല, ഇത് വെറും കടലാസ്, ഇത് മൂല്യമുള്ള കടലാസ്. പരലോകത്തെത്തും. കണ്ട ഒരുപോലെ ദിക്റാൻ, സലാത്താൻ, സദക്കയാൻ, ഖുർആനോത്താൻ, നിസ്കാരമാൻ, പുണ്യമാൻ, കണ്ടാ രണ്ടും ഒരുപോലെ ഉണ്ടാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പുണ്ടോ? ഇല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അള്ളാഹിന്റെ റസൂലിന്റെ ഒപ്പില്ലാത്ത, അവിടുത്തെ കൽപ്പനയില്ലാത്ത, അവിടുത്തെ നിർദ്ദേശമില്ലാത്ത മതത്തിലുള്ള പുണ്യകർമ്മം തള്ളിക്കളയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് പറയുമ്പോൾ അവിടുത്തെ സുന്നത്ത് പറയണം, അവിടുത്തെ ഇത്തിബാ പറയണം, അവിടെ ഇഷ്ടപ്പെടാത്ത ബിദ്അത്ത് പറയണം. ആ തൃക്കരങ്ങൾ കൊണ്ട് മുക്കിത്തരുന്ന വെള്ളം കുടിക്കാൻ ആഗ്രഹമുള്ളവരോട് സുന്നത്ത് മുറുകെ പിടിക്കാനുള്ള വസിയത്ത് ചെയ്യണം. ആ വെള്ളം നമുക്ക് കിട്ടട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിദ്അത്ത് ചെയ്താൽ കിട്ടൂല. ബിദ്അത്തിന് എന്ത് ന്യായം പറഞ്ഞാലും പരലോകത്ത് സ്വീകരിക്കപ്പെടൂല. ഹൗലുൽ കൗസർ പോലും തരൂല. അതുകൊണ്ട് സുന്നത്ത് അന്വേഷിക്കുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി സംക്ഷിപ്തമായി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. സാധാരണ ഞാൻ പ്രസംഗിക്കാറുള്ളത് 1.25-1.5 മണിക്കൂറാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് അതിലൊതുക്കണ്ട എന്നുള്ള നിലക്കാണ് 9 മണി വരെ നീട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നിമിഷങ്ങളെ പറ്റിയാണ് പറയേണ്ടിയിരുന്നത്. ഞാൻ തുടക്കം മുതലേ സൂചിപ്പിച്ചു. അവിടുത്തെ ജീവിതം 23 വർഷക്കാലമാണ് നാം പ്രാധാന്യപൂർവ്വം എടുക്കുന്നത്. കാരണം നുബുവത്ത് കിട്ടിയതിന് ശേഷം അതിൽ 10-13 കൊല്ലക്കാലവും ബഹിഷ്കരണവും പീഡനവും മർദ്ദനവും ഒക്കെയായിരുന്നു. പിന്നീട് മദീനയിൽ വന്നപ്പോഴാണ് ആശ്വാസവും വൈപുല്യവും അഥവാ അതിൻ്റെ വിശാലതയും അനുഭവിക്കാൻ തുടങ്ങിയത്. വിട പറയുന്ന സമയത്ത് അവിടുന്ന് ഭൗതികമായ ഒരുപാട് സുഖങ്ങളൊന്നും അനുഭവിച്ചിരുന്നില്ല. പക്ഷെ ആത്മീയമായി ഔന്നിത്യത്തിലായിരുന്നു. അവിടുന്ന് സമാധാനം അനുഭവിച്ച ആളാണ്, അവിടുന്ന് ശാന്തി അനുഭവിച്ച ആളാണ്, ലോകത്തെ മുഴുവനും സ്നേഹിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹം ജീവിതം കൊണ്ട് കാണിക്കാൻ കഴിയണം. അവിടുന്ന് പഠിപ്പിച്ചതൊക്കെ പകർത്തിക്കൊണ്ടാകണം. അതിലെല്ലാം വേണം. താടി വേണം, നല്ല പെരുമാറ്റം വേണം, നല്ല സ്വഭാവം വേണം, സ്വബഹി ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിൽ എത്തുന്ന സ്വഭാവം വേണം, ഭാര്യയോട് സ്നേഹിക്കാനും ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറാനുമുള്ള സമീപനം വേണം, അയൽവാസികളെ സ്നേഹിക്കണം, പച്ചക്കരളുള്ള കുഞ്ഞു ജീവിയെപ്പോലും സ്നേഹിക്കണം,
ലോകം മുഴുവനും സ്നേഹിക്കുന്ന നേതാവിൻ്റെ അനുയായികൾക്ക് ലോകത്ത് മുഴുവനും സ്നേഹിക്കാൻ കഴിയണം. അതാണ് ആ നേതാവിൻ്റെ മാതൃക. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. അവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് വിട്ടേച്ചു പോയ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, മുന്നറിയിപ്പുകൾ ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചു. അതിൽ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയവരോടുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് സിയാറത്തില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളും മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകാറുണ്ട്. നബിയുടെ വഫാത്തിൻ്റെ സമയത്ത് ബഖീയിൽ പോയി പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ട്. അതേ പ്രകാരം തന്നെ മരിച്ചവർക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളും പ്രാർത്ഥിക്കണം. പക്ഷേ അവിടെ പോയി വിളക്ക് കത്തിക്കുകയും അവിടെ ഒരു ആരാധനാ സ്ഥലമാകുന്ന രൂപത്തിലാക്കി തീർക്കുകയും നേർച്ച ഒക്കെ ഇതേപോലെയുള്ള ഖബറിടങ്ങളിലേക്കാക്കി തീർക്കുകയും ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, അവിടുന്ന് പഠിപ്പിച്ചതിന് വിരുദ്ധമാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിക്കുകയാണ്. അതോടൊപ്പം അവിടുന്ന് നമസ്കാരത്തെപ്പറ്റി നമ്മളോട് വസിയത്ത് ചെയ്തു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സുന്നത്ത് മുറുകെ പിടിച്ചാൽ, ബിദ്അത്തിൽ നിന്ന് ഒഴിവായി ജീവിച്ചാൽ നാളെ പരലോകത്ത് അവിടെ നിന്ന് മുക്കിത്തരുന്ന ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. അതോടൊപ്പം സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന സന്ദർഭങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും സ്വലാത്ത് ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ സ്വലാത്തിൻ്റെ പേരിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണം, ജനങ്ങളിൽ നിന്ന് പണം വസൂലാക്കി ആളുകളെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാട് നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാട് നടക്കുന്നുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ ഹബീബിനെ ജീവൻ്റെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആ സ്നേഹം ജീവിതം കൊണ്ട് കാണിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇത്തരമൊരു പ്രബോധന പരിപാടിക്ക് നേതൃത്വം കൊടുത്തവർ, പണിയെടുത്തവർ, പിന്നിൽ പ്രവർത്തിച്ചവർ, അള്ളാഹു എല്ലാ ആളുകൾക്കും അനുഗ്രഹീതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യത്തിൻ്റെ വക്താക്കളിൽ അള്ളാഹു നമ്മളെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി തള്ളിക്കളയാനും ഈ സന്മാർഗത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞും പ്രബോധനം ചെയ്തും ജീവിക്കാനും അങ്ങനെ തന്നെ റബ്ബിനെ കണ്ടുമുട്ടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും നിന്റെ ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ നീ നയിക്കണമേ നാഥ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ നേതാക്കന്മാർ, അള്ളാഹുവേ നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തികവും ശാരീരികവുമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ മോചനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നല്ല ഇണകളെ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തണമേ റഹ്മാനേ. റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നാഥ, ഞങ്ങളുടെ പ്രബോധകരെ, ഞങ്ങളുടെ നേതാക്കന്മാരെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ പേരിൽ വേട്ടയാടുന്ന ഏറ്റവും പ്രയാസകരമായ അവസ്ഥയുണ്ട്. അള്ളാഹുവേ, ശത്രുക്കളെ നീ തകർക്കണമേ നാഥ. വേട്ടക്കാരെ തകർക്കണമേ നാഥ. പ്രബോധകരെ രക്ഷപ്പെടുത്തണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಜಜಾಕಲ್ಲಾಹು ಖೈರ್. SK7 ನಂದಹಾರ ಘಟಕದ ವತಿಯಿಂದ ಏರ್ಪಡಿಸಲಾದ ಈ ಪ್ರವಚನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಪ್ರವಾದಿ ಸ್ವಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂರವರ ಅಂತಿಮ ನಿಮಿಷಗಳು ಎಂಬ ವಿಚಾರವಾಗಿ ಮಾತನಾಡಿ ಉಪದೇಶಿಸಿದಂಥ ಖ್ಯಾತವಾಗ್ಮಿ ಮಮ್ಮುಟ್ಟಿ ಮುಸ್ಲಿಯಾರ್ ಅವರಿಗೆ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸ್ತೇನೆ. ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿ ಬಂದಂಥ ಮಂಗಳೂರಿನ ದಯಾ ಚಾರಿಟಬಲ್ ಟ್ರಸ್ಟಿನ ಅಧ್ಯಕ್ಷರಾದ ಜನಾಬ್ ಅಬ್ದುಲ್ ಲತೀಫ್ ಅವರಿಗೆ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸ್ತೇನೆ. ಈ ಊರಿನ ನಮ್ಮ ಈ ಪ್ರವಚನವನ್ನು ಆಲಿಸಿ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿದಂಥ ಈ ಊರಿನ ಎಲ್ಲ ಬಂಧುಗಳಿಗೆ, ಭಗಿನಿಯರಿಗೆ ನಾವು ಆಭಾರ ಮನ್ನಿಸ್ತೇವೆ. ದೂರದಿಂದ ಬಂದಂಥ ಎಲ್ಲ ಸಹೋದರ ಸಹೋದರಿಯರಿಗೆ ನಾವು ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ವಿದಾಯ ಕೋರ್ತೇವೆ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
شاعر فليأتنا بآية كما أرسل الأولون ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون وما أرسلنا قبلك إلا رجالا